ഹായ് മക്കളെ, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് പാരലൽ ലൈൻ സമാന്തരകൾ. നമ്മൾ പാർട്ട് 4ലേക്കാണ് പോകുന്നത്. 53, 54 പേജിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ടാ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കിയടാ, ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ പാരലൽ ടു എ സൈഡ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ് മീറ്റ്സ് ദ തേർഡ് സൈഡ് ഓൾസോ അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ്. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതിൻ്റെ മധ്യബിന്ദുവിലൂടെയാണ്, അല്ലെങ്കിൽ മധ്യബിന്ദുവിലൂടെയാണ്. നോക്കി വെച്ചേ, എങ്ങനെയാണിത് പറയുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. എടാ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ്, മധ്യബിന്ദുവാണ് ഇത്. ഓക്കെ, പോരാത്തതിന് ഈ കാണുന്ന രണ്ട് വരകളും പാരലലാണ്, സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താ സംഭവം? ഈ കാണുന്ന മധ്യബിന്ദുവിലൂടെ ഇയാൾക്ക് പാരലായിട്ടൊരു വര കടന്നു പോകുന്നില്ലേ, ആ പോയിന്റില്ലേ, ഈ വരയുടെ ഈ കാണുന്ന വശത്തിൻ്റെ മധ്യബിന്ദു ആയിരിക്കും. അതാണ് ടോപ്പിക്. അപ്പോൾ ഈ കാണുന്ന വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ, അത് പോയി ഇൻ്റർസെക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോയിന്റും ആ അടുത്ത കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റിലാണ്, സെൻറ്ററിലാണ്, മധ്യബിന്ദുവിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് തിരിച്ചും പറയാൻ വേണ്ടി പറ്റും. നോക്കിയടാ, ഓൺ അതർ ഹാൻഡ് ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. മറിച്ച് ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്. ഓക്കേടാ, അങ്ങനെ വരയ്ക്കുന്ന ലൈനുകൾ എപ്പോഴും ഈ കാണുന്ന തേർഡ് സൈഡിന് എന്തായിരിക്കുംടാ, പാരലൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞു, ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. അത് നമുക്ക് ഒരാളെയും കൂടെ പറയാനുണ്ട്. ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്. ഓക്കെ, ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ്. എടാ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ്, ഇവർ പാരലലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പോരാത്തതിന് ഇയാളുടെ പകുതി ആയിരിക്കും ഈ കാണുന്ന ആൾ. ഇയാൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇയാൾ 3 സെൻറ്റിമീറ്റർ, ഇയാൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇയാൾ 4 അങ്ങനെ ഒരു കണക്ഷൻ ഇവർ തമ്മിലുണ്ട്. ഇയാളുടെ പകുതി ആയിരിക്കും മുകളിലുള്ള ആൾ. Okay, in any triangle the line joining the midpoints of two sides is parallel to the third side and half its length. ഇതാണ് ഫൈനൽസ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ഏറ്റവും അവസാനം. നമ്മൾ 2-3 തിയറികളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റയടിക്കുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ കാണുന്ന മിഡ് പോയിന്റ്, ഈ കാണുന്ന മിഡ് പോയിന്റ്, ഇത് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ താഴത്തെ സൈഡിന് ഒരു പാരലൽ, സമാന്തരമാണ്. പോരാത്തതിന് ഈ കാണുന്ന ആളുടെ പകുതിയുമായിരിക്കും എന്തുണ്ടാവുക, അവിടെ ഉണ്ടാവുക. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെടാ, ഇൻ ദ പിക്ചർ the midpoints of a triangle are joined to form a smaller triangle inside. ചിത്രത്തിലൊരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. എടാ, ഈ കാണുന്ന എ എന്ന് പേര് കൊടുക്കുന്നുണ്ട്, ബി സി. ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു വലിയ ത്രികോണം, ഈ കാണുന്ന ചിത്രത്തിലെ വലിയ ട്രയാങ്കിളാണ്. ഇവിടെ എ ബി സിയിൽ നമ്മുടെ എ ബിയുടെ മിഡ് പോയിൻ്റാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അയാൾക്ക് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എ ബിയുടെ മിഡ് പോയിൻ്റാണ് പി, എ ബിയുടെ മിഡ് പോയിൻ്റാണ് പി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന എ പിയുടെ നീളം മക്കൾ എ ആണ്, സ്മോൾ ലെറ്റർ എ ആണെന്ന് വിചാരിക്കൂ. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ആളുടെ നീളം എന്ന് പറയുന്നതും എ ആയിരിക്കും, കാരണം അവർ തുല്യമാണ്, മിഡ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം നീളം എന്ന് പറയുന്നത് 2 എകളായിരിക്കും, അതിന് സംശയമില്ല. അതുപോലെ തന്നെ അടുത്ത ആൾ പറയുന്നത് ഈ ബി സിയുടെ മിഡ് പോയിന്റിന് ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നുണ്ട്, നമ്മുടെ എ സിയുടെ മിഡ് പോയിന്റിന് ഞാൻ ആർ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള നീളം ബി ആണെങ്കിൽ ഇവിടെയും ബി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ടോട്ടൽ നീളം അപ്പോൾ ഞാൻ 2b എന്ന് എടുക്കുകയാണ്. എടാ നോക്കടാ, ഇവിടെ സി ആണെങ്കിൽ ഇവിടെയുള്ള നീളവും സി ആയിരിക്കും, ഈ കാണുന്ന ആളുടെ നീളം 2c ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഐഡിയ. മധ്യബിന്ദുക്കൾ ചേർത്തുകൊണ്ട് രൂപം വരയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കി നോക്കണം. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണ്? ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇസ് പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമ്മളോട് പെരിമീറ്ററിൻ്റെ കണക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഞാൻ ആദ്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. എടാ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അപ്പോൾ 2a ഉണ്ട്, 2b ഉണ്ട്, 2c ഉണ്ട്, നമുക്ക് എല്ലാവരെയും കൂടി ആഡ് ചെയ്യാം. 2a + 2b + 2c. എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട് മക്കളെ? ഒരു 2 ഉണ്ട്. ഞാൻ അയാൾ ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി ബ്രാക്കറ്റ് ചെയ്യാണ്. 2 × a + b + c. കഴിഞ്ഞു. ഇതാണ് വലിയ ആളുടെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ആളുടെ കാണാം. എന്നാൽ വരെ നമ്മൾ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ. പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്.
ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. എടാ ചെറിയ ത്രികോണം എന്ന് പറയുന്നത് നമ്മുടെ PQR ആണ്. PQRൻ്റെ സൈഡ്സ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ അയാളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കി നോക്കാം, ഞാൻ പറഞ്ഞുതരാം, വളരെയധികം ശ്രദ്ധിക്കണം. എടാ ഈ P എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ, R എന്ന് പറയുന്നത് ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ, അവരെ ചേർത്ത് വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് താഴെ കാണുന്ന വരയുടെ പകുതി ആയിരിക്കുമല്ലോ മക്കളെ. അപ്പോൾ ഈ കാണുന്ന വരയുടെ നീളം 2C ആണെങ്കിൽ, 2C ആണെങ്കിൽ അയാളുടെ പകുതി എന്ന് പറയുന്ന ഇയാളുടെ നീളം എത്രയായിരിക്കും മക്കളെ? C ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരെയും പറയണം. നോക്കടാ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് P അല്ലേ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് Q. അയാളെ ചേർത്ത് വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് ഈ കാണുന്ന 2B എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതി ആയിരിക്കും അയാളുടെ നീളം ഉണ്ടാവുക, B എന്ന് പറയുന്നതാണ്. എടാ അതേപോലെ അടുത്ത ആളെയും നമുക്ക് പറഞ്ഞുകൂടെ മക്കൾ? നോക്കി നോക്കിയടാ, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് Q, ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് R. ഇവരെ ചേർത്ത് വരയ്ക്കുന്ന വര ഈ കാണുന്ന 2Aയുടെ പകുതി ആയിരിക്കും. അപ്പോൾ അവിടെ വരേണ്ട ലെങ്ത് A എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ പെരിമീറ്റർ എന്താ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 സൈഡാ കൂട്ടാണ്. ആരൊക്കെയുള്ള? CBA. അപ്പോൾ ഞാൻ പെരിമീറ്റർ എഴുതുന്നുണ്ട് മക്കളെ, A+B+C. ഓക്കെ, മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയടാ, ഈ കാണുന്ന ആളുകൾ തമ്മിലുള്ള റിലേഷൻ ഇതാ, ഈ A+B+C ഇവിടെ ഉണ്ട്, അതിലൊരു 2 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ വേണ്ടി പറ്റും പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ is 2 times of small. ചെറിയ ത്രികോണത്തേക്കാൾ 2 മടങ്ങ് അല്ലേ, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ 2 മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? പറയാൻ വേണ്ടി പറ്റും. അത്രയും പറഞ്ഞാൽ ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മളോട് അത് മാത്രമല്ലടാ ചോദിച്ചത്, പരപ്പളവോ? ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? ഏരിയയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയും ചെറിയ ട്രയാങ്കിളുടെ ഏരിയയും തമ്മിലുള്ള റിലേഷനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ള മക്കളെ? ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എടാ അതിന് മുന്നേ ഈ ചെറിയ ട്രയാങ്കിളുകളൊന്ന് നോക്കി നോക്കാം മക്കൾ. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ സൈഡ്സ് എയും ബിയും സിയുമാണ്. ഈ കാണുന്ന ട്രയാങ്കിളുടെ സൈഡ്സും എയും ബിയും സിയുമാണ്. ഈ കാണുന്ന ട്രയാങ്കിളുടെ സൈഡ്സും എയും ബിയും സിയുമാണ്. ഈ കാണുന്ന ട്രയാങ്കിളുടെ സൈഡ്സും എയും ബിയും സിയുമാണ്. വിച്ച് മീൻസ് ഈ കാണുന്ന 4 ത്രികോണങ്ങളും എത്രയാണടാ? തുല്യ ത്രികോണങ്ങളാണ്. നമ്മൾ നടുവിൽ കിട്ടിയിരിക്കുന്ന ആളും തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ത്രികോണത്തിന് എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഇവർ? 4 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ത്രികോണത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും മക്കളെ? 4 മടങ്ങ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഏരിയ ഇസ് 4 times more എന്ന് എഴുതി വെക്കുന്നുണ്ട്. പരപ്പളവ് 4 മടങ്ങ് അധികമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റിയ പ്രൂഫാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാണ്ട് അതേ ആസ്പെക്ട്സിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കടാ, സീ ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫുൾ ട്രയാങ്കിൾ, ആ ഫുൾ ട്രയാങ്കിളിൽ നിന്ന് ഒരു ചെറിയ ഭാഗം വെട്ടിയെടുത്ത് കാണാനായിട്ട്, പിന്നെ ഒരുപാട് ഭാഗങ്ങൾ വെട്ടിയെടുത്തതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് പിക്ചർ is that of a triangle cut out from a sheet of paper. The second one shows with a small triangle in the middle joining the midpoints of sides cut off from the large triangle. കടലാസിൽ വെട്ടിയെടുത്തൊരു ത്രികോണമാണ് ആദ്യ ചിത്രം. അതിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. നമ്മളോട് അവിടെ വരെ ഉള്ളതിൽ നിന്ന് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഇസ് ദ ഏരിയ ഓഫ് പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ് ആദ്യ ചിത്രത്തിലെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതി വെക്കടാ, എഴുതിയല്ലേ പറ്റുള്ളൂ. ശരി, എടാ ഈ കാണുന്ന ആള് സത്യത്തിൽ ഇവിടെയുള്ള സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഈ കാണുന്ന ആൾ ഇവിടെയുള്ള സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈക്വൽ ആയിരിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം, നാലാമത്തെ ഭാഗം. ഓക്കെ, ഈ 4 ഭാഗങ്ങളിൽ എത്ര എണ്ണമാണ് ഇവിടെ വെട്ടി ഒഴിവാക്കിയത്? എത്ര ഭാഗമാണടാ? ഒരു ഭാഗമാണ് വെട്ടി ഒഴിവാക്കിയത്. ബാക്കി അവിടെ എത്ര ഭാഗങ്ങളുണ്ടടാ? 3 ഭാഗമുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതി വെക്കാം? അയാളുടെ ആൻസർ 3/4 എന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് നോക്കി നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ അതേ ചോദ്യം മൂന്നാമത്തെ ചിത്രത്തിലോ ചോദിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ദ തേർഡ് പിക്ചർ? നമുക്ക് എഴുതാം. ഈ തേർഡ് പിക്ചറിൽ പക്ഷേ മക്കൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ, എല്ലാ ത്രികോണങ്ങളും ഈക്വലി അല്ല. അപ്പം നമുക്കതൊന്ന് ഒരേപോലെ മുറിക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ത്രികോണവും ഒരുപോലെ മുറിച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ യെസ്. ഇനി ചിത്രം നോക്കി നോക്കുക, എല്ലാവരും ഒരുപോലെയല്ലേ കട്ട് ചെയ്ത്. അങ്ങനെ എത്ര ആൾക്കാരുണ്ടടാ? 1
2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പീസസ് ആണുള്ളത്. ഈ 16 പീസത്തിൽ എത്ര എണ്ണം ഷെയ്ഡഡ് ആണ്, എത്ര എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9, അങ്ങനെ 9/16 എന്ന് അയാളെ നമുക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി പറ്റും. ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു മക്കളെ? കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ക്വാഡ്രിലാറ്ററൽ ഇസ് ഡ്രോൺ with the midpoints of the sides of a right triangle and its square corner as vertices. ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളാക്കി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഇസ് എ റെക്ടാങ്കിൾ. ഈ ചതുർഭുജം ഒരു ചതുരമാണെന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഓപ്പണിംഗ്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് നോക്കി നോക്കാം. എടാ, ഞാൻ ഇയാൾക്കൊരു പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ABC എന്ന് പറയുന്ന ആയിക്കോട്ടെ, നമ്മുടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന, ഞാൻ ആ 90 ഡിഗ്രിയും കൂടി ഇവിടെ കാണിച്ചു വെച്ചേക്കാം, മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് ABC be the right triangle. ABC be the right triangle. ചിത്രത്തിൽ ABC ആണ് മട്ടത്രികോണം. ഓക്കെ, ചിത്രത്തിൽ ABC ആണ് മട്ടത്രികോണം. ഇനി നമുക്ക് അവിടെ നിന്ന് മറ്റു ക്ലൂസ് ഒക്കെ, നമ്മുടെ ആവശ്യം അൾട്ടിമേറ്റ്ലി ഈ കാണുന്ന പച്ച കളറിലുള്ള ഫിഗറില്ലേ, ഇയാളൊരു റെക്റ്റാങ്കിളാണ്, ഒരു ചതുരമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് നോക്കി നോക്കാം. എടാ, അതിൽ ഈ കാണുന്ന AB-യുടെ മിഡ് പോയിൻ്റ് ആണ്, AB-യുടെ മധ്യബിന്ദുവാണ് സെലക്ട് ചെയ്ത്. ഞാൻ അയാൾക്ക് തൽക്കാലത്തേക്ക് ഒന്ന് D എന്ന് പേര് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. D is the midpoint. D is the midpoint of ആരടാ? AB-യുടെ മിഡ് പോയിൻ്റ് ആണ്. AB-യുടെ മധ്യബിന്ദുവാണ് D. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നീളവും സെയിം ആണ്. അതുകൊണ്ടാണല്ലോ D മധ്യബിന്ദു ആയത്. അപ്പോൾ ഞാൻ തൽക്കാലത്ത് ഈ കാണുന്ന ആളുടെ നീളത്തെ X എന്ന് വിളിക്കുകയാണെങ്കിൽ ഇയാളുടെ നീളം എന്ത് തന്നെയായിരിക്കും മക്കളെ? X എന്ന് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് താഴത്തുള്ള വശത്തെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ BC-യുടെ മിഡ് പോയിൻറ്റിനെ ഞാൻ F എന്നാട്ടോ വിളിക്കുന്നത്. BC-യുടെ മിഡ് പോയിൻറ്റ് ഞാൻ F എന്ന് വിളിക്കുകയാണ്. ഓക്കെ, F is the midpoint of ആരടാ? BC-യുടെ മധ്യബിന്ദുവാണ് F എന്ന് മലയാളം മീഡിയക്കാരും എഴുതി വെക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഞാൻ അയാൾക്ക് ഇയാൾ Y ആണെങ്കിൽ ഇയാളും Y ആയിരിക്കും എന്ന് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? നോട്ട് ചെയ്യുന്നുണ്ട്. നോക്കടാ, ഇനി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ എനിക്കും പറയാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു സാധനമാണ് ഈ കാണുന്ന സ്ഥലത്ത് E എന്ന് പറയുന്ന ഒരു പോയിന്റ്, E എന്ന് പറയുന്ന പോയിന്റും നമ്മൾ അതും മധ്യബിന്ദു ആണെന്ന് പറഞ്ഞു, മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. E is the midpoint of ആരാടാ? AC-യുടെ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ കൊടുക്കുകയാണ്. ഇയാൾ സെഡ് ആണെങ്കിൽ മക്കളെ ഈ കാണുന്ന ആളും സെഡ് ആയിരിക്കും, അതിലൊന്നും സംശയമില്ലല്ലോ. ഇനി ഞാൻ ബാക്കി പറയുന്ന കണക്ഷനിലേക്ക് നോക്കണേ. എടാ, ഇവിടെ ഈ DE എന്ന് പറയുന്ന വര ആരാണ്? DE എന്ന് പറയുന്ന വര കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും മറ്റൊരു സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ചേർത്ത് വരയ്ക്കുന്ന ആളല്ലേ. അയാൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിൻ്റെ അല്ലെങ്കിൽ മൂന്നാമത് പറയുന്ന സൈഡിൻ്റെ നേർപകുതിയല്ലേ മക്കളെ ഉണ്ടാവേണ്ടത്? ആണോ അല്ലയോ? അപ്പോൾ ഞാൻ അവിടെ എഴുതി വയ്ക്കുന്ന മക്കൾ നോക്കി നോക്കണം. DE is equal to half BC എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പകുതിയായിരിക്കും മക്കളെ? BC-യുടെ പകുതിയായിരിക്കും. എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ എന്ത് റീസൺ ആണ് നമ്മൾ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കണം. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് half its length. ഏത് ത്രികോണത്തിനും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ പകുതിയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടാ, ഈ കാണുന്ന DE എന്ന് പറയുന്ന ആളുടെ നീളം എന്തായിരിക്കും? BC-യുടെ പകുതി, ഹാഫ് BC എന്ന് പറയുമ്പോൾ രണ്ട് വൈകൾ ചേർന്ന അപ്പോൾ അയാളുടെ പകുതി ആയിരിക്കും. ഇവിടെ ആരാ മക്കളെ ഉണ്ടാവുക? Y ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന അടുത്തൊരാൾ നോക്കി നോക്കടാ. നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് എടാ, അത് കൂടാണ്ട് അയാൾ സമാന്തരവുമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട പോയിന്റ് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രാക്കറ്റിൽ മക്കൾ അയാളെ ഫിൽ ചെയ്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ DE എന്ന് പറയുന്ന ആളുടെ നീളം Y ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അതുപോലെ നമുക്ക് ഒന്ന് ഈ കാണുന്ന ആളെ EF-നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. E എന്ന് പറയുന്നത് ഒരു മിഡ് പോയിന്റ് ആണ്, F എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഇയാളുടെ പകുതി ആയിരിക്കും ഉണ്ടാവുക. AB-യുടെ പകുതിയാണ് EF. EF is equal to E
EF is equal to half AB. ABയുടെ പകുതി എന്ന് പറയുമ്പോൾ AB എന്ന് പറയുന്നത് 2 എക്സുകൾ ചേർന്ന പകുതി എന്ന് പറയുമ്പോൾ ഒരു എക്സ് ആണ്. EF is equal to X എന്ന് എഴുതി വെക്കുന്നുണ്ട് മക്കളെ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഫിഗറിൽ എക്സ് ആണ്. എടാ ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും പാരലലാണ്, അവർ ഈക്വൽ ആണ്. ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും അവർ പാരലലാണ്, അവർ ഈക്വൽ ആണ്. പോരാത്തതിന് ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ എന്താ മക്കളെ? 90 ഡിഗ്രികളാണ്. മലയാളം മീഡിയക്കാരോട് പറയാം, ഈ 2 വശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. ഈ 2 വശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. അവർക്കിടയിലുള്ള കോൺ ഓൾറെഡി 90 ഡിഗ്രിയാണ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എഴുതുന്നു therefore, അതിനാൽ DEFB is a rectangle. DEFB ഒരു ചതുരമാണ്. അതിൻ്റെ റീസൺ മക്കൾക്ക് എഴുതാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ എന്ന് മക്കൾക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എടാ ശരിക്കും അവിടെ ഒരു 90 ഡിഗ്രിയെക്കുറിച്ച് മെൻഷൻ ചെയ്യണം. അതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 90യെക്കുറിച്ച് ചോദ്യം ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അയാളെ മെൻഷൻ ചെയ്യുന്നില്ല. മെല്ലെ ആ ചോദ്യം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം മക്കളെ? അവസാനിപ്പിക്കുകയാണ്. ശരി, മൂവിങ് ഓൺ ടു ദ ബിഗ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരുപാട് ചോദ്യം വലിയ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഇതിൽ ഒരുപാട് സബ് ക്വസ്റ്റ്യനുകളുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു മക്കൾ കാണുന്നുണ്ട് ഓരോ സബ് ക്വസ്റ്റ്യനുകളിലും അതിലും വീണ്ടും സബ് ക്വസ്റ്റ്യനുകളായിട്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയോക്കാം. In the 2 pictures below, the first one shows 2 triangles formed by joining the ends of a line to 2 points above it. The second one shows the quadrilateral formed by joining the midpoints of the left and right sides of these triangles. മലയാളം മീഡിയക്കാർ, ചുവടെയുള്ള ആദ്യ ചിത്രത്തിൽ ഒരു വരയുടെ മുകളിലെ 2 കുത്തുകൾ വരയുടെ അറ്റങ്ങളായി യോജിപ്പിച്ച് 2 ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ത്രികോണങ്ങളുടെ ഇടത്തും വലത്തും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജവും. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. എടാ ഒരു വര വരച്ചു, 2 പോയിന്റുകൾ ഉണ്ടാക്കി. അങ്ങോട്ടേക്ക് മക്കളെ എന്ത് വരച്ച് ചേർത്തു? 2 ത്രികോണങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, സെറ്റല്ലേ? ഇയാൾ നിർമ്മിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് മക്കൾ ഇതാ ഈ ചിത്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കാണുന്ന ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്. അതിൽ ഈ കാണുന്ന ആൾ ഇയാളെ മിഡ് പോയിന്റ് ആണ്, ഈ കാണുന്ന ആൾ ഇയാളെ മിഡ് പോയിന്റ് ആണ്, ഈ കാണുന്ന ആൾ ഇയാളെ മിഡ് പോയിന്റ് ആണ്, ഈ കാണുന്ന ആൾ ഇയാളുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരയുടെ മിഡ് പോയിന്റ്, ഈ വരയുടെ മിഡ് പോയിന്റ്, ഈ വരയുടെ മിഡ് പോയിന്റ്, ഈ വരയുടെ മിഡ് പോയിന്റ്, ഇത്രയും മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റുകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ശരി, ഫിഗർ തന്നിട്ടുള്ള ഡാറ്റാസ് അത് മാത്രമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഇസ് എ പാരലലോഗ്രാം. ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണെന്ന് തെളിയിക്കുക. അതാണ് നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഈ ഫിഗറിന് ഒരു പേരൊക്കെ കൊടുത്തു വയ്ക്കുന്നത്. മക്കൾ നോക്കിയടാ, ഈ കാണുന്ന ആൾ എ ആയിക്കോട്ടെ, BC, നമ്മളെ വലിയ ട്രയാങ്കിളിൽ അങ്ങനത്തെ ഒരു പേര് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് ആ പാരലോഗ്രാം പോലെ തോന്നിക്കുന്ന, നമുക്ക് തൽക്കാലം സാമാന്തരികം എന്ന് വിളിക്കാൻ നിർവാഹമില്ല, കാരണം നമ്മുടെ ചോദ്യം അതാ. നമുക്കതുകൊണ്ട് ചതുർഭുജം എന്ന് വിളിക്കാം. PQR. ഈ കാണുന്ന ആൾ S ആയിക്കോട്ടെ. ഈ പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്തു. OO MO PO വാട്ട് എവർ ഇറ്റ് ഇസ്, നോ മാറ്റർ. അതായത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ, അവിടെ മിഡ് പോയിന്റ് എന്നുള്ള ടേംസിൽ അങ്ങനെ കണ്ടപ്പോൾ ഒരു സെൻറ്റർ കണ്ട ഒരാളോ O എന്ന് വിളിച്ചത് മാത്രം. ശരി, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പാരലോഗ്രാം ആണെന്നാണ്. അപ്പോൾ എന്ത് ഡാറ്റയിലാണ് നമുക്കിത് പാരലോഗ്രാം എന്ന് പറയാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കി നമുക്കറിയാം. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ നീളം ഈക്വൽ ആണെന്ന് പറയണം, അതേപോലെ അവർ പാരലൽ ആണെന്നും പറയണം. നമുക്ക് നോക്കി നോക്കാം. എടാ ഞാൻ ഇതിൽ ഈ ചെറിയ ട്രയാങ്കിൾ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെറിയ പോയിന്റ് വെച്ച് OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് നോക്കുന്നുണ്ട്. കൺസിഡർ ട്രയാങ്കിൾ OBC. OBC എന്ന ത്രികോണം പരിഗണിക്കുക. OBC എന്ന ത്രികോണം പരിഗണിക്കുക. അവിടെ നമുക്ക് ആ മിഡ് പോയിന്റുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം OB എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് P. അപ്പോൾ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്, P ഇസ് ദ മിഡ് പോയിന്റ്. P ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ആരുടെ മക്കളെ? OB. OBയുടെ മധ്യബിന്ദുവാണ് P. അതുപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ആളാണ് OCയിലെ Qവിൻ്റെ കാര്യം. എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക? Q ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ആര് മക്കളെ? OC. OCയുടെ മധ്യബിന്ദുവാണ് Q. എടാ അങ്ങനെയാകുമ്പോൾ നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ, 2 മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന വര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇയാളുടെ പകുതി ആയിരിക്കുമല്ലേ. അപ്പോൾ നോക്കിക്കോ, therefore PQ is equal to half BC എന്ന് ഞാൻ എഴുതുന്നുണ്ട്. half BC എന്ന് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. PQ is equal to half BC. എടാ ഈ പകുതി ആവുക എന്നത് മാത്രമാണോ ഇവർ തമ്മിലുള്ള കണക്ഷൻ? ഒരിക്കലുമല്ല. അവിടെ
പകുതിയാവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു തിയറിയും കൂടി ഉണ്ട്. മിഡ് പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുന്ന വര, മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വര തീർച്ചയായിട്ടും നമ്മുടെ മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പാരലൽ കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്തുകൂടി പറയാൻ വേണ്ടി പറ്റൂടാ, പി ക്യു ബി സി സമാന്തര വരകളാണ്, പി ക്യു പാരലൽ ടു ബി സി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ ചെറിയ ആളെ, ഇനി നമുക്ക് വലിയ ആളെ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, ഈ വലിയ ആളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എഴുതുന്ന നോക്കിയിടാം, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സി പരിഗണിക്കുക. എടാ അവിടെ നമുക്ക് ആ മിഡ് പോയിന്റുകൾ ഇപ്പം നമുക്ക് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം ഈ കാണുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് എസ് ആണ്. നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക, എസ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബിയുടെ മധ്യബിന്ദുവാണ് എസ്. അടുത്തത് അതേപോലെ എ സിൻ്റെ അവിടെ നമുക്ക് ആർ എന്ന് പറയുന്ന ഒരാളെ കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം എങ്ങനെ എഴുതുന്നുണ്ടാവുക, ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ആരടാ, എ സിയുടെ മധ്യബിന്ദുവാണ് ആർ. എടാ അങ്ങനെയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ തിയറി വർക്ക് ചെയ്യുന്നില്ലേ മക്കൾ? നോക്കി നോക്കടാ, ഈ കാണുന്ന വലിയ ട്രയാങ്കിളിൽ എസ് എന്ന് പറയുന്ന മിഡ് പോയിന്റും ആർ എന്ന് പറയുന്ന മിഡ് പോയിന്റും ചേർത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബി സിയും എസ് ആറും തമ്മിൽ രണ്ട് റിലേഷൻ നമുക്ക് പറയാനുണ്ടാവില്ലേ. അതിൽ റിലേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എസ് ആർ എന്ന് പറയുന്നത് ആരാണ് മക്കളെ, ബി സിയുടെ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ബി സി ആയിരിക്കും എന്നായിരിക്കുമല്ലേ പറയുന്നുണ്ടാവുക. അതാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 2. ഈ പകുതി എന്നുള്ള റിലേഷൻ മാത്രം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എ ബി സിയിൽ എസ് എന്ന് പറയുന്ന മിഡ് പോയിന്റും ആർ എന്ന മിഡ് പോയിന്റും ചേർത്ത് വരയ്ക്കുന്ന എസ് ആർ എന്ന് വരയും ബി സി എന്ന് പറയുന്ന വരയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പകുതി ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, അവർ പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും എന്നുള്ളതാണ്. ഞാൻ അതും കൂടി നോട്ട് ചെയ്യുന്നുണ്ട്. എസ് ആർ പാരലൽ ടു ആരാ മക്കളെ, ബി സി എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ നോക്കിട്ടോ, ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യത്തിൽ നിന്ന് ഫ്രം 1 and 2 മക്കൾ നോക്കിയിടാ, ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യത്തിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എടാ ഒന്നാമത്തെ സമവാക്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ബി സി ആണ്. പിന്നെ പറയുന്നു എസ് ആർ എന്ന് പറഞ്ഞാൽ അര ബി സി ആണ്. ഇയാളും അര ബി സി, ഇയാളും അര ബി സി. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായിരിക്കും മക്കളെ, തുല്യമായിരിക്കും. ദാറ്റ് ഇസ് പി ക്യു ഇസ് ഈക്വൽ ടു എസ് ആർ. പി ക്യൂവും എസ് ആറും തുല്യമാണ്. അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കി എങ്ങനെയാണ് തിയറി. ഈ പറഞ്ഞിട്ടുള്ള പി ക്യൂവും എസ് ആറും തുല്യമാണ്, ഒരു സമാന്തരവുമാണ്. പി ക്യു എസ് ആർ തുല്യവുമാണ്, അവർ സമാന്തരമാണ്. നമുക്ക് അത്രയും പോലെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂടാ, അതിനാൽ നമ്മുടെ പി ക്യു എസ് ആർ ഈസ് എ പാരലോഗ്രാം എന്ന് നമുക്ക് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പി ക്യു എസ് ആർ എന്താ മക്കളെ, ഒരു സാമാന്തരികമാണ് എന്ന് മലയാളം മീഡിയക്കാരനെ അവിടെ വൃത്തിക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. റീസൺ ചോദിച്ചാൽ എന്തെഴുതണം, പി ക്യു ഇസ് ഈക്വൽ ടു എസ് ആർ, പി ക്യു പാരലൽ ടു എസ് ആർ എന്ന് എഴുതി വെച്ചാൽ മതി. അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ മുകളിലതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നോക്കണം, അടുത്ത സബ് ക്വസ്റ്റ്യൻ അവിടെ നോക്കി വെക്കാം. Describe the position of the points on the top for this quadrilateral to be rhombus. അതിൽ ബാക്കി അവിടെ നിൽക്കട്ടെ, rhombus. ഈ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളാക്കാൻ മുകളിലെ കുത്തുകൾ എവിടെയായി ഇരിക്കണമെന്ന് വിശദീകരിക്കുക. എടാ ഈ കുത്തുകൾ എന്ന് ഉദ്ദേശിച്ചത് ഈ രണ്ട് പോയിന്റുകൾ കേട്ടോ മക്കളെ. ഇതിപ്പോൾ ഇതും പോയിന്റ് ആരാന്ന് മനസ്സിലാവാത്ത പ്രശ്നം. ഈ രണ്ടാളുകളെയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഓയും എയുമാണ് അവർ പറയുന്ന പോയിന്റുകൾ. അപ്പോൾ ഈ ചിത്രം നമ്മൾ ഓൾറെഡി പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇയാൾ പാരലോഗ്രാം അല്ലെങ്കിൽ റോംബസ് ആവണം എന്നുള്ളതാണ് ആവശ്യം. ഒരു സമഭുജ സാമാന്തരികമാകാൻ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ ചോദിക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്തൊക്കെയാണ് അവിടെ വരുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെയിം ഫിഗർ ഞാൻ കേസ് 1 റോംബസ് മക്കളെ, ഒന്നാമത്തെ കേസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് ആരാണ് സമഭുജ സാമാന്തരികം എന്ന് മലയാളം മീഡിയക്കാർ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കണം. ഞാൻ നേരത്തെ കൊടുത്ത അതേ പേരൊന്നും ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. എ ബി സി പി ക്യു ആർ എസ് ഒ എന്ന് പറയുന്നതാണ് നമ്മുടെ നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ആൾ കൊടുത്തിട്ടുള്ള പേര്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാ, എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് കൂടാതെ മക്കളെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ അഡീഷണലി ഒരാളെയും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒ എ ഒന്ന് വരച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഒ എ അത് എഴുതിക്കൊണ്ട് തന്നെ തുടങ്ങാൻ നമുക്ക്. ജോയിൻ ഒ എ ചേർത്ത് വരയ്ക്കുക.
എടാ നമ്മൾ ആവശ്യം എന്താ മക്കളെ, ഈ കാണുന്ന PQRS ഒരു സമഭുജ സാമാന്തരികമാവണം അല്ലേ. അപ്പം ഞാൻ എഴുതുന്നത് മക്കൾ നോക്കിയേ, ഫോർ PQRS to be a rhombus. PQRSന് ഒരു റോംബസ് ആവണമെങ്കിൽ എന്ത് പ്രത്യേകതയാണ് വേണ്ടത് എന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം, ഇയാൾ ഓൾറെഡി പാരലോഗ്രാം. അപ്പം നമ്മൾ ഈ ഓൾറെഡി സമാന്തരികമായി നിൽക്കുന്ന ഒരാൾ ഇനിയിപ്പോൾ ഇവർ പാരലാണ് സമാന്തരാണെന്ന് പറയണം. നമുക്ക് ആകെ വേണ്ട സാധനം ഇവനും ഈക്വലാണ്, ഇവനും ഈക്വലാണ്. നമുക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ഈ രണ്ട് ടീമും ഒന്ന് ഈക്വലായി കിട്ടിയാൽ മതി അല്ലേ. ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾക്കാർ ഈക്വൽ ആവുക അർത്ഥം. ഓൾറെഡി ഇവനും ഈക്വലാണ്, ആ കൂട്ടത്തിൽ ഇവർ രണ്ടാളും കൂടി അങ്ങോട്ട് ഈക്വലായി കിട്ടിയ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് മക്കളെ, ഈ കാണുന്ന SP-യും ഈ കാണുന്ന PQവും തുല്യമാവുക എന്നുള്ളതല്ലേ. അപ്പോൾ 4 PQRS to be a rhombus. PQRSന് സമഭുജ സാമാന്തരികമാവാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് SP is equal to PQ എന്നുള്ളതാണ്. SP-യും PQവും ഈക്വൽ ആവുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, ഈ SP എന്ന് പറയുന്നത് ഈ കാണുന്ന 2 മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വരയാണ്, ആണോല്ലോ. അയാൾ ആരുടെ പകുതി ആയിരിക്കും? ഈ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവും. ഈ കാണുന്നത് ആരുടെ പകുതിയായിരിക്കും? AOയുടെ പകുതിയായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ കാണുന്ന SP-യെ എങ്ങനെ മാറ്റി എഴുതുന്നുണ്ട്? ഹാഫ് AO എന്ന് മാറ്റി എഴുതുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു, അതേപോലെ PQ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ നോക്കിയോ മക്കളെ. PQ ആരുടെ പകുതി ആയിരിക്കും? BCയുടെ പകുതി ആയിരിക്കും. അപ്പം ഞാൻ അയാളെ ഹാഫ് BC എന്ന് എഴുതുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അര AOയും അര BCയും ഈക്വൽ ആണെങ്കിൽ ആരും ഈക്വൽ ആയിരിക്കും? AOയും BCയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഫോർ PQRS അല്ലേ 2 അല്ലെങ്കിൽ 4 PQRS to be a rhombus, AO should be equal to BC. PQRSനൊരു സാമാന്തരികമാവണമെങ്കിൽ AOയുടെയും BCയുടെയും നീളം തുല്യമാവേണ്ടതുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ. നമ്മളോട് എപ്പോഴാണ് ആവാൻ എങ്ങനെയാണ് ചാൻസ് ഉള്ളതെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, സെറ്റ്. അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളോട് നമ്മൾ ചോദിച്ച അതിൻ്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചതുരമാണ് മക്കളെ, റെക്റ്റാങ്കിൾ നമ്മളോട് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, നോക്കാം എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിൾ ആവാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം. ഓക്കെ, ശരി. നേരത്തെ അതേ നെയിം കോപ്പി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതേ ഡയഗ്രത്തിൽ വേണ്ട മാറ്റി വരയ്ക്കാം. ഞാനൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പേര് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ABC, അതേപോലെ നമ്മുടെ PQRS. പോരാത്തതിന് നമ്മൾ ആരെ ജോയിൻ ചെയ്തിരുന്നുടാ, നമ്മുടെ അവിടെ ഒരു O ഉണ്ടായിരുന്നു, നമുക്ക് നമ്മൾ ആ OA എന്ത് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ, ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്നും ഈ കാണുന്ന 2 സൈഡും ഈക്വൽ ആണെന്നും ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇയാൾ ഒരു പാരലോഗ്രാണ്. ഒരു പാരലോഗ്രത്തെ ശ്രദ്ധിക്കണേ മക്കളെ, ഒരു പാരലോഗ്രത്തെ റെക്റ്റാങ്കിൾ ആക്കുന്ന ഫീച്ചർ എന്താണ്? ഒരു സാമാന്തരികത്തെ ചതുരമാക്കുന്ന ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കോണുകൾ 90 ഡിഗ്രി, ബാക്കിയൊക്കെ സെയിം ആംഗിൾസ് 90 ഡിഗ്രി ആയാൽ മതി. അത് നമ്മുടെ ആവശ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. For PQRS to be a rectangle അല്ലേ. നോക്കടാ, PQRSനൊരു ചതുരമാകാൻ വേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആവുക എന്നുള്ളതാണ് അവിടേക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ കാണുന്ന എല്ലാ കോണുകളും 90 ഡിഗ്രി ആവുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. ഒന്ന് മക്കൾ ഇരുത്തി ആലോചിക്കണേ. ഈ കാണുന്ന SP എന്ന് പറയുന്ന വര നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഈ കാണുന്ന SP എന്ന് പറയുന്ന വര PQവിന് നോക്കടാ, SP എന്ന് പറയുന്ന വര ആർക്ക് പാരലൽ ആയിട്ടാണ് വരുന്നത് എന്ന് മക്കൾ നല്ല ധാരണ ഉണ്ടാക്കി വെക്കണം. ഈ കാണുന്ന ട്രയാങ്കിളിൽ SP എന്ന് പറയുന്ന ആള് ഈ കാണുന്ന AOക്ക് പാരലായിട്ടാണ് വരുന്നത്, ആണോ അല്ലയോ? അപ്പോൾ ഇവിടെ ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആവണമെങ്കിൽ ഇവിടെ ഉള്ള ആംഗിൾ പാരലൽ ആയതുകൊണ്ട് ഇവിടെ ഉള്ള ആംഗിൾ ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ട ആവശ്യമുണ്ടടാ? 90 ഡിഗ്രി ആവേണ്ട ആവശ്യമുണ്ട്, ആണോ അല്ലയോ? അപ്പോൾ അയാൾ 90 ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്.
ഓക്കെ, അത് മാത്രം വന്നാൽ മതി നമുക്ക്. അയാൾ 90 ഡിഗ്രി ആവുക എന്നുള്ളത് മാത്രം നമ്മൾ ആവശ്യം. അപ്പോൾ അയാൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്ലോട്ട് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. AO ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ബി സിക്ക് പെർപെൻഡിക്കുലറായിട്ട് എങ്ങനെയാണ് മക്കളെ പറയുക, ലംബ സമഭാജി അല്ലെങ്കിൽ ലംബമായിരിക്കണം. സമഭാജി ഈക്വലി സ്പ്ലിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ലംബമായിരിക്കണം ആര് എന്ന് പറയുന്നത് ബി സി അല്ലേ. ബി സിക്ക് ലംബമായി ആയിരിക്കണം മക്കൾ ആരെ വരയ്ക്കേണ്ടത്, AOനെ. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു തോന്നുന്നു. ബി സിക്ക് ലംബമായി വേണം AOനെ വരയ്ക്കാൻ വേണ്ടി. സിമ്പിളായിട്ട് എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചറാണ്. അടുത്ത നമ്മളോട് ചോദിക്കുന്നത് ഇതേ ആളെ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എടാ, റോംബസ് ആക്കാനുള്ള ഫീച്ചർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റോംബസും സ്ക്വയറും തമ്മിലൊരു ബന്ധമുണ്ട് മക്കളെ. നമ്മുടെ സമഭുജ സാമാന്തരികവും സമചതുരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഇവിടെ 4 സൈഡും ഈക്വൽ. അപ്പം 4 സൈഡും ഈക്വൽ ആക്കാനുള്ള പണി നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണെടാ, AOയും BC ഈക്വൽ ആക്കണം. AO = BC ആക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ സൈഡ്സ് ഈക്വൽ ആവും. പോരാത്തതിന് 90 ഡിഗ്രി വരാനുള്ള പരിപാടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. AO ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു BC. ഞാൻ എഴുതല്ല കേട്ടോ, പെർപെൻഡിക്കുലർ ടു BC. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൻ്റെയും അതിൻ്റെ മുന്നത്തെ ചോദ്യത്തിൻ്റെയും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതുക, AOയും BCയും തുല്യമാവേണ്ട ആവശ്യമുണ്ട്. AO ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആർക്ക് ലംബമായിട്ട് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ, BCക്ക് ലംബമായിട്ട് വരയ്ക്കേണ്ട ആവശ്യവും ഉണ്ട്. അപ്പോൾ ആ ചോദ്യവും നമ്മൾ എന്ത് ചെയ്തു മക്കളെ, ഫൈനലാക്കിയിട്ടുണ്ട്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യമാണ്. വലിയ ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ അതിലൊരു 2 എന്ത് വരുന്നുണ്ടടാ മക്കളെ, ഒരു മീൻസ് സബ് ക്വസ്റ്റ്യനുകൾ അവിടെ കയറി വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Prove that the quadrilateral formed by joining the midpoints of any quadrilateral is a parallelogram. ഏത് ചതുർഭുജത്തിൻ്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. ആയിക്കോട്ടെ, അപ്പോൾ എന്തായാലും ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണമെന്നുള്ള കാര്യം മനസ്സിലായി. നോക്കാം, ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് വിചാരിച്ചോളൂ. ഒന്ന് എക്സ്പാൻഡൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ശരി, അയാൾക്ക് ഞാനൊരു പേരും കൊടുത്തു വയ്ക്കാം. തൽക്കാലം ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കുന്ന പേരിനായിക്കോട്ടെ ഒരു ABCD ആയിക്കോട്ടെ, ABCD. ഓക്കെ, നമുക്ക് അതങ്ങനെ വരയ്ക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതി പോകണം. എന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഹിയർ ABCD is a quadrilateral. ചിത്രത്തിൽ ABCD ഒരു ചതുർഭുജമാണ്. ഇനി നമ്മളോട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആളുകളുടെ മിഡ് പോയിന്റ്സ് കണ്ടെത്താൻ. അങ്ങനെ ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ പറയുന്നത് നോക്കി നോക്കടാ. വേറൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്, ഇവരുടെ മിഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് വരച്ചതെന്ന് പറയുന്നു. ആയിക്കോട്ടെ, നമുക്ക് നോക്കി നോക്കാം. എടാ, തൽക്കാലത്തേക്ക് ഞാൻ ആ മിഡ് പോയിന്റ്സ് വെച്ച് വരയ്ക്കുന്ന ആളെയും കൂടെ നോക്കി വരയ്ക്കുന്നുണ്ട്. നോക്കിയേ, ഇതൊക്കെ വരെ മിഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് വരച്ചതെന്ന് വിചാരിച്ചു. അയ്യോ, ക്വാഡ്രിലാറ്ററൽ നിന്ന് മാറിപ്പോയി, കുഴപ്പമില്ല. ഒന്നുകൂടി വരച്ച് നോക്കാം. ഓക്കെ, ഒക്കെ അറ്റമൊക്കെ ടച്ച് ചെയ്യണം. മിഡ് പോയിന്റുകൾ ഏതാണ്ട് മിഡ് പോയിൻ്റാണ് ടച്ച് ചെയ്തതെന്നുള്ളൊരു ഫീൽ വരുന്നുണ്ടല്ലോ. ശരി എടാ, അപ്പോൾ ഈ കാണുന്ന ADയുടെ മിഡ് പോയിൻ്റ് ആണ് ആര് എന്ന് പറയുന്നത് മക്കളെ, ഈ കാണുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു P എന്ന് പേര് കൊടുക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരെയും ഡിസൈൻ ചെയ്തത് കേട്ടോ. Q, അതുപോലെ ഇയാൾ R, ഈ കാണുന്ന ആൾ S. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എങ്ങനെയായിരിക്കും P, Q, R, S are midpoints of sides of ABCD. ABCD എന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് P, Q, R, S എന്നുള്ളതും കൂടി മക്കൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇയാളൊരു ട്രയാങ്കിളൊക്കെ ഉണ്ടെങ്കിലേ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഒന്ന് നോക്കിക്കോടാ. ജോയിൻ the diagonals of ABCD എന്ന ചതുർഭുജത്തിൻ്റെ വികർണങ്ങൾ വരച്ച് ചേർക്കുക. അപ്പോൾ വികർണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു നോക്കാം.
അപ്പോൾ A to C ആയിരിക്കും ആദ്യത്തെ ആൾ നമുക്ക് എന്ത് ചെയ്യാണ്ടാവുക മക്കളെ വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. രണ്ടാമത്തെ ആൾ BD. അപ്പോൾ ഞാൻ AC വരയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ആരെയും വരയ്ക്കുന്നുണ്ടടാ BDയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ വരച്ച് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നുള്ളത് നോക്കാം. ഞാൻ പറയുന്ന ട്രയാങ്കിൾ മക്കളൊന്ന് ആദ്യം ശ്രദ്ധിക്കണേ. ACD. എടാ ഇതിൻ്റെ മുകളിലേക്കുള്ള പാർട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ACD. കൺസിഡർ ട്രയാങ്കിൾ ACD എന്ന ത്രികോണം പരിഗണിക്കുക. ഈ ACD എന്ന് പറയുന്ന ത്രികോണം നോക്കുമ്പോൾ നമുക്കറിയാം, ഈ കാണുന്ന P ഒരു മിഡ് പോയിൻ്റ് ആണ്, ഈ കാണുന്ന S ഒരു മിഡ് പോയിൻ്റ് ആണ്. അവർ ചേർത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാളെ വരച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ആ കാണുന്ന ആളും ഇയാളും തമ്മിൽ രണ്ട് റിലേഷനുകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒന്ന് പകുതിയാണ് എന്നുള്ളത്, രണ്ടാമത്തത് പാരലാണ്, സമാന്തരമാണ് എന്നുള്ള ഡീറ്റെയിലും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനത് അവിടെ എഴുതുന്നുണ്ട്, മക്കൾ ശ്രദ്ധിച്ചോ. PS-ഉം AC-യും തമ്മിലുള്ള ബന്ധമാട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യുന്നതാ, PS പാരലൽ ടു AC. PS-ഉം AC-യും സമാന്തര വരകളാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ വേണ്ടി പറ്റിയ ഒരാളാണ് PS is equal to half AC. PS എന്ന് പറയുന്നത് AC-യുടെ പകുതി ആയിരിക്കും. അങ്ങനെ ഞാൻ ഒന്നാമത്തെ സമവാക്യം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റെഡിയാണല്ലോ. ആദ്യത്തെ ഒരാൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ എഴുതി വെച്ചു. ഇനി അതുപോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന അടുത്തൊരു ട്രയാങ്കിളാണ്. ഇപ്പോൾ നമ്മൾ മുകളിലുള്ള ആളല്ലേ പറഞ്ഞത്, ACD അല്ലേ പറഞ്ഞത്. നമുക്ക് അതുപോലെ താഴത്തുള്ള ആളെന്ന് പറയാം, ACB ഒന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ACB. ACBയിൽ ഇതുപോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റിയ ഒരാളുണ്ട്, നമുക്കൊക്കെ മനസ്സിലാവും. Qയും Rഉം മിഡ് പോയിൻ്റ് ആണ്. അവിടെ AC-യും QRും തമ്മിലായിരിക്കും നമ്മൾ റിലേഷൻഷിപ്പ് പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക, ആദ്യത്തെ ആൾ QR എന്ന് പറയുന്നത് AC-ക്ക് പാരലൽ ആണെന്നുള്ള ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ QR is equal to half AC എന്ന് പറയുന്ന രണ്ടാമത്തെ റിലേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ, പറയുന്നുണ്ടാവും. ഓക്കെ അല്ലേ എടാ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മക്കളൊന്ന് നമുക്ക് എഴുതിയെത്തിയ സ്പേസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും തിയറികളിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളോട് പാരലോഗ്രാണെന്നാ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ്, അപ്പോൾ ഞാൻ നേരത്തെ പോലെ എഴുതുന്നു ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും തിയറിയിൽ നിന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം. എടാ ഇവിടെ ഫസ്റ്റ് തിയറിയിൽ പറയുന്നു PS എന്ന് പറഞ്ഞാൽ ഹാഫ് AC ആണ്. ഇവിടെ പറയുന്നു QR എന്ന് പറഞ്ഞാൽ ഹാഫ് AC ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കിയ മക്കളെ, PS is equal to QR എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. അതുപോലെ തന്നെ PS-ഉം AC-യും പാരലലാണ്, അതേപോലെ QR-ഉം AC-യും പാരലലാണ്. അതിൻ്റെ അർത്ഥം PS is parallel to QR. PS-ഉം QR-ഉം സമാന്തരമാണ് എന്നുള്ളതും ഐഡിയയും കിട്ടി. Therefore അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂടാ, PQRS is a parallelogram ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. PQRS ഒരു സാമാന്തരികമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിലൊരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദ ഒറിജിനൽ കോർഡിനേറ്റർ ടു ഗെറ്റ് ഇന്നർ കോർഡിലാറ്ററൽ ആസ് റോംബസ്. അകത്തെ, ഞാൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ മാത്രം കേട്ടോ മക്കളെ വായിച്ചിട്ടുള്ള. അകത്തെ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളാവാൻ ആദ്യത്തെ ചതുർഭുജത്തിൻ്റെ സവിശേഷതകൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുക. സമഭുജം സമാന്തരികമാവാൻ നമ്മൾ ഏറ്റവും ആദ്യം വരയ്ക്കുന്ന കോർഡിലാറ്ററലിന് എന്ത് ഫീച്ചർ വേണം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളതാ അവർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് വേണ്ടത് സമഭുജ സമാന്തരികമാണ് അല്ലേ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡും ഒക്കെ സെയിം ആവണം. നമ്മൾ ഇവരെല്ലാം പറഞ്ഞത് ഡയഗണലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്, ആണോ അല്ലയോ? അപ്പോൾ ഇയാളും ഈ കാണുന്ന ആളും സെയിം ആവണം. ഇവർ രണ്ടാൾക്കാർ ഓൾറെഡി സെയിം ആണല്ലോ. ഈ കാണുന്ന ആളും സെയിം ആവണമെങ്കിൽ ഒറ്റ റോളേ നമുക്ക് ചെയ്യാനുള്ളൂ. അവരെവിടെ നിന്നാണ് വന്നത്, കാരണം ഇയാളുടെ പകുതിയാണ് ഈ കാണുന്ന ആൾ അല്ലേ, അതേപോലെ ഈ കാണുന്ന ആളുടെ പകുതിയാണ് ഇയാൾ. അപ്പോൾ ഇവർ സെയിം ആയാൽ മതി. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സമഭുജ സാമാന്തരിക റോംബസ് കിട്ടാൻ ഈ ഡയഗണൽ സെയിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കി വെച്ചേ, റോംബസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡയഗണൽ സെയിം ആവുന്ന ഏത് ക്വാഡ്രിലാറ്ററലാണ്, രണ്ട് ഡയഗണലുകളും സെയിം ആവുന്ന ഏത് ക്വാഡ്രിലാറ്ററലാണ് നമുക്കൊക്കെ അറിയുക എന്നുള്ളത് നോക്കി നോക്കാം. ആരെയാണെടാ നമുക്കൊക്കെ അറിയുന്നുണ്ടാവുക, അയാളുടെ പേരാണ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ അത് എഴുതി വെച്ചാൽ മതി. റോംബസ് ആവാൻ വേണ്ടി റെക്റ്റാങ്കിൾ. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് റെക്റ്റാങ്കിൾ ആവാൻ ആര് വേണം നോക്കാം.
അടുത്ത കണ്ടീഷൻ റെക്റ്റാങ്കിളിൻ്റെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ കാണുന്ന ആൾ നമ്മളെ PQRS റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ അവിടെയുള്ള ആംഗിൾ എന്താവണം? 90 ഡിഗ്രി ആവണം. ഇവിടെ വരയ്ക്കുന്ന ആംഗിളുകൾ 90 ഡിഗ്രി ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാരലൽ വെച്ചിട്ട് നമ്മൾ പോകുന്ന ഈ ഭാഗത്ത് ഫോം ചെയ്യുന്ന ആംഗിളുകൾ 90 ഡിഗ്രി ആവണം. അപ്പോൾ അങ്ങനെ ആവുന്ന ആൾ ആരാണുള്ളത്? ഇപ്പോൾ നമ്മുടെ ഡയഗണൽസ് വികർണങ്ങൾ പരസ്പരം ലംബമായിട്ടുള്ള ആളുകൾ ആരാണുള്ളത്? റോംബസ് ആണുള്ളത്. അപ്പോൾ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ആരെ വരയ്ക്കണം മക്കളെ? റോംബസ് വരയ്ക്കണം. റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ ആരെ വരയ്ക്കണം? റോംബസ് വരയ്ക്കുക വേണ്ടത്. ഇനി അടുത്തത് ചോദിക്കുന്ന ആരെയാടാ? സ്ക്വയർ കിട്ടാൻ ആരെ വരയ്ക്കണം? സ്ക്വയർ കിട്ടാൻ, സമചതുരം കിട്ടാൻ മക്കളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ഈ കാണുന്ന ആളല്ലേ, ഈ കാണുന്ന ആൾ സ്ക്വയർ ആവണമെങ്കിലുള്ള തിയറി നമുക്കറിയാം. അവിടെ സൈഡ്സും ഈക്വൽ ആവണം, അതേപോലെ തന്നെ ആംഗിൾസ്. അപ്പം അവിടെ 2 ടോപ്പിക് ഉണ്ട്. ഡയഗണൽസ് 2 ആളുകളും ഈക്വൽ ആവുകയും വേണം. അവരെന്ത് ചെയ്യണടാ? അവിടെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആവണം. അങ്ങനെ ഒരു ഒറ്റ ആളേ ഉള്ളൂ. ആരാടാ? സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ വരയ്ക്കാൻ ആരെ കിട്ടണടാ? സ്ക്വയർ തന്നെ വരച്ചാലേ സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ റോംബസ് വരച്ചാൽ റെക്റ്റാങ്കിൾ കിട്ടും, റെക്റ്റാങ്കിൾ വരച്ചാൽ ആരെയും കിട്ടുമടാ? റോംബസും കിട്ടും. അതേപോലെ തന്നെ സ്ക്വയർ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ആൾ ആരായിരിക്കും? സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ടോപ്പിക്. ആ ടോപ്പിക് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അവസാനിപ്പിക്കുകയാണ്.